കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon Co-Present Onnonnu Ruchi, co-powered by Gold Winner and Sun Tips. Special partner LG and Elite, our dairy partner Parshi, interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്നു രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അതിഥിയുണ്ട്. ആ അതിഥിയായിട്ട് ഇതിനു മുമ്പ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വിളിക്കാം. ദർശന, സ്വാഗതം. ദർശന, നമ്മള് ഇതിനു മുമ്പ് കുക്ക് ചെയ്തിട്ടുണ്ട്. അത് വലിയ ഒരുപാട് ആൾക്കാർ വേണ്ടിയാണ്. ഇന്നിപ്പോ ഒറ്റയ്ക്ക് അന്ന് ഉണ്ടാക്കി തന്നേക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എപ്പോഴും ആ ഒരു ധൈര്യത്തിലാണ് ഇന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അന്ന് സഹിച്ച അന്ന് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് പേടിയില്ല. കാരണം കുക്കിംഗ് അത്യാവശ്യം അറിയാവുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? ഇന്ന് നമ്മള് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞാലേ, അതുകൊണ്ട് നമുക്കൊരു ബീഫ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മീറ്റ് ആണ്. മലയാളികളുടെ വികാരമല്ലേ. അപ്പൊ നിങ്ങളുടെ റെസിപ്പി ഒക്കെ അവിടെ ഉണ്ടാവും. ബാക്ക് ഏരിയയിൽ നമ്മുടെ കിച്ചൺ ടീം എല്ലാ റെസിപ്പീസിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി ഉണ്ടാവും. നമുക്കപ്പോ ഇൻഗ്രീഡിയൻസ് എടുക്കാം, നേരെ കുക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ. ദർശന, അപ്പൊ പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. അപ്പൊ പോത്ത് വരട്ടിയതാണ് എന്ന് പറഞ്ഞു. അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസിപ്പി പ്രകാരം എല്ലാ സാധനം തേങ്ങ കൊത്തും മസാലകളെല്ലാം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ കുക്കിംഗ് തുടങ്ങിക്കോളൂ. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ കഥകളെല്ലാം പറയണം. ഇതാരാണ് ശരിക്കും ഈ റെസിപ്പി? ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണോ അതോ ആരെങ്കിലും എങ്ങനെ കിട്ടിയതാണ് റെസിപ്പി? ഇല്ല, ഇത് ഞാൻ ആരും ഉണ്ടാക്കിയതല്ല, ഞാനായിട്ട് കണ്ടുപിടിച്ചത്. അയ്യോ, അങ്ങനെ പറയല്ലേ. പോത്തിറച്ചി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പോത്ത് വരട്ടിയതൊക്കെ നമ്മുടെ മലയാളികളുടെ സ്വന്തം സാധനമാണ്. ഇത് അങ്ങനെ പ്രത്യേകിച്ച് എവിടുന്ന് കണ്ടുപിടിച്ചതല്ല, ഞാൻ വീടുകളിൽ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ. വെരി ഗുഡ്. ദർശന, ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ആഘോഷിച്ചു? ന്യൂ ഇയർ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയില്ല. 2 വർഷമായിട്ട് കോവിഡ് കഴിഞ്ഞ് ന്യൂ ഇയർ ഇല്ലാതിരുന്നിട്ട് അത് മിസ്സാക്കി കളഞ്ഞില്ലേ? അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്തായാലും ഷൂട്ട് വയ്ക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, സെറ്റിൽ അടിപൊളിയായിട്ട്. അപ്പൊ ഫാമിലി, കുട്ടി, അതൊക്കെ എല്ലാം സുഖമായിട്ടിരിക്കുന്നുണ്ട്. അർജുൻ അവന് 2 വയസ്സായി. ഈ ന്യൂ ഇയറിലാണ് 19-ാം തീയതി ആവും. അപ്പൊ 2 വയസ്സായപ്പം ഹസ്ബൻഡ് ഉണ്ട്, കൂടെ ഉണ്ട്. അർജുന്റെ ഇഷ്ടങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഭക്ഷണമൊക്കെ അവന് നോണിനോട് കൂടുതൽ താല്പര്യമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ അങ്ങനെ അതൊന്നും ഞാൻ കൊടുത്താലും പുള്ളി അങ്ങനെ കഴിക്കുന്നില്ല. ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. ഫിഷ് കഴിക്കാൻ നല്ലത്. പിന്നെ വെജിറ്റബിൾസ് കുക്ക് ചെയ്ത് കൊടുത്താൽ പുള്ളി അതുകൊണ്ട് കഴിച്ചോളൂ. അതാണ് കുറച്ചുകൂടെ താല്പര്യം. ഓക്കെ, അപ്പൊ പാൻ ചൂടായിട്ടുണ്ട്. എങ്ങനെയാണ് തുടക്കം? നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് തുടങ്ങാം. വീട്ടില് കുക്കിയാറൊക്കെ ഉണ്ടോ? അത്യാവശ്യം ഒരു നല്ല കുക്കാണെന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കുക്ക്. അമ്മയുടെ കണ്ടൊക്കെ പഠിച്ചാണോ? അമ്മയുടെ കണ്ടുപിടിച്ച. അമ്മ എന്ന് പറഞ്ഞ എന്റെ അമ്മായിയമ്മയുടെ കണ്ടുപിടിച്ചാട്ടോ. അമ്മയുടെ വീട്ടിൽ നിന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷം എവിടെയാണ് ഹസ്ബൻഡിന്റെ സ്ഥലം? എവിടെയാണ്? തൊടുപുഴ. അമ്മ നല്ല കുക്കാണ്. അമ്മ ഓരോന്നിങ്ങനെ പരീക്ഷ നോക്കുന്ന ആളാണ്. പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളടുത്ത് കഴിച്ചു നോക്കാൻ വേണ്ടിട്ട് നമ്മളാണ് ആദ്യം പുള്ളിക്കാരി അങ്ങനെ പരീക്ഷിക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മ നോർമൽ ഒരു കുക്കാണ്. അങ്ങനെയുള്ളൂ. ദർശനയുടെ സ്ഥലം എവിടെയാണ്? എന്റെ പാലക്കാട്. ഓക്കെ, പാലക്കാടും തൊടുപുഴ. അപ്പൊ 2 ഡിഫറൻസ് അല്ലേ? അവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ വ്യത്യാസമാണ്. നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ കല്യാണം കഴിച്ച് വീട്ടിൽ അവിടെ പോയി കഴിഞ്ഞപ്പം പാലക്കാടൊക്കെ ഉള്ള നമുക്കറിയാം അവിടുത്തെ വേറൊരു രീതി. ഇപ്പൊ തൊടുപുഴ അല്ലെങ്കിൽ ആ ഒരു ഹൈ റേഞ്ച് രീതിയിലൊക്കെ ഉള്ള അതിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടോ? നല്ല മാറ്റമുണ്ട്. ഞങ്ങള് അധികം സ്പൈസി ഫുഡ് കഴിക്കാത്ത ആൾക്കാരാണ്. അവിടെ ആവുമ്പോ കുറച്ചുകൂടെ അവര് നല്ലപോലെ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവര് മറ്റേ ഹൈ റേഞ്ച് ആകുമ്പോ മീറ്റ് ഒക്കെ നിർബന്ധമായിട്ട് ഫിഷ് നിർബന്ധമാണ്. എന്റെ വീട്ടിൽ അങ്ങനെ ഫിഷ് വേണം അങ്ങനെ നിർബന്ധമില്ല. വെജിറ്റേറിയൻ ആണെങ്കിലും കഴിക്കും, പക്ഷെ വീട്ടിൽ നിർബന്ധം. അപ്പൊ നമുക്ക് ആദ്യം ഇതിലേക്ക് 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഗ്രാമ്പൂ, കറുവപ്പട്ട, നമ്മളിതിപ്പം 2ാമത്തെ തവണയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മൾ 2ാമത്തെ തവണ കുക്ക് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പെരിഞ്ജീരകം ഉണ്ട്. അതെ, അന്ന് ഞങ്ങളുടെ പരീക്ഷണങ്ങളായിരുന്നു. പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. ഞങ്ങളെല്ലാരെയും സഹിച്ചതിന് സാറ് സമ്മതിക്കണം. എല്ലാവരുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യണം.
ശരിക്കും അത് നന്നായിട്ടുണ്ടായിരുന്നു sir. നന്നായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ചുമ്മാ പറഞ്ഞല്ലോ അല്ലേ? അതുകൊണ്ടാണ് അന്ന് കഴിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് കഴിക്കില്ല കേട്ടോ. അതുകൊണ്ടാ. ചെറിയ ഉള്ളി ഇടുകയാണ്. ചെറിയ ഉള്ളി നമ്മുടെ അറിയാലോ, ചെറിയ ഉള്ളി 2 3 അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഇങ്ങനെ അരിയാതിട്ടാലും കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ ഇടാം. ഇത് ശരിക്കും തൊടുപുഴയിൽ അമ്മായിയമ്മ ഉണ്ടാക്കി തന്നെയാണോ? ഇല്ല, അമ്മായിയമ്മ നോൺ വെജ് അങ്ങനെ കഴിക്കില്ല. അമ്മായിയമ്മ ഫിഷ് മാത്രമേ ഉള്ളൂ, ബീഫ് ചിക്കൻ അങ്ങനെയൊന്നും ഉണ്ടാക്കി. അപ്പൊ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ അവിടെ പോയിട്ട്? ഇല്ല, അവര് കഴിക്കൂല ഒന്നും. ഹസ്ബൻഡിന് ഹസ്ബൻഡിനല്ലേ? ഹസ്ബൻഡിന് എന്റെ ഫിഷ് കറിയാണ് കൂടുതൽ ഇഷ്ടം എന്നാ പറയാറ്. അത് പാലക്കാട് സ്റ്റൈലാണോ? അല്ല അല്ല, മൊത്തത്തിലും ഇല്ല. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് അപ്പൊ ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടത്തെയൊക്കെ ഭക്ഷണം, അപ്പൊ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ടിലൊക്കെ പോകുമ്പോൾ? ഞാൻ കൂടുതലും വീട്ടിലെ ഫുഡ് മിസ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്ക് എല്ലാ മാസത്തിൽ ഇപ്പൊ 2 ഷെഡ്യൂളായിട്ടാണ് എനിക്ക് വരുന്നത്. അപ്പൊ എല്ലാ പ്രാവശ്യവും ഞാൻ സെറ്റിൽ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ എനിക്ക് പുറത്തുനിന്ന് പോയി കഴിക്കാൻ, നല്ല ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എല്ലാപ്പോഴും പോയിട്ട് നമ്മൾ അങ്ങനെയല്ലല്ലോ എക്സ്പെക്ട് ചെയ്യുന്നത്. ചില സമയത്ത് മോശം ഫുഡ് കഴിക്കേണ്ടി വരും. മോശം ഫുഡ് കഴിച്ച എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് ഇതുപോലെ 10-11 മണി വരെയൊക്കെ ഷൂട്ട് പോകാറുണ്ട്. അന്നേരം നമുക്ക് അത് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ വന്ന് റൂമിലൊക്കെ ഇരിക്കുമ്പം ഒരു ദിവസം ഞാൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര ആവേശത്തോടെ കഴിക്കുന്ന. എന്നിട്ട് അമ്മ വിചാരിച്ചു നല്ല ദോശയാന്ന്. നോക്കുമ്പോ ആ ദോശ ഭയങ്കര പുളിയാ, പുളിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. രാത്രി 11 മണിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് വിശന്ന് ഞാൻ കഴിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ഫുഡും കഴിക്കും, എനിക്ക് അങ്ങനെ ഇല്ല. ഏറ്റവും ഫേവറേറ്റ് ഏതാണ്? മീനാണോ, ഇറച്ചിയാണോ, ചിക്കൻ, മട്ടൻ, ഫിഷ്? ഇപ്പൊ ചിക്കൻ, മട്ടൻ, ഫിഷ്, ബീഫ് 4 വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചൂസ് ചെയ്യും? ഞാൻ ബീഫാണ് ചൂസ് ചെയ്യാൻ താല്പര്യം. പുറത്തു പോയാലും ബീഫാണ്. ഇത്രമാത്രം ഈ മലയാളികൾ ഈ ബീഫ് എന്തുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ മറ്റുള്ള നമുക്കറിയാം, ബീഫ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഇന്ത്യയിൽ കേരളത്തിലുള്ള മലയാളികളാണ്. അപ്പോൾ അവർക്ക് ഏത് മീറ്റ് എടുത്താലും ആദ്യം ഒരു ബീഫ് കറിയും പൊറോട്ട എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെ ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും, രാവിലെ അതിന് ബീഫ് സ്റ്റൂ അപ്പം കൊടുത്താലും എനി ടൈം ഒരു 90% ആൾക്കാരും യെസ് എന്ന് പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതാ ഇറച്ചിയുടെ ഒരു സ്വാദ് മലയാളികൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതാണ് ഈ പൊറോട്ടയും ബീഫും കോമ്പിനേഷൻ. പൊറോട്ടയും ബീഫും കോമ്പിനേഷനൊക്കെ വന്നു. ചെറിയ സവാള ഉള്ളി ഉണ്ട്, അതും ഇതിനോടൊപ്പം ഇടുന്നതാണോ? അതോ അത് ലാസ്റ്റ് ഇടുന്നതാണല്ലേ? ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഹോബീസ്? ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ചുമ്മാതൊക്കെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് താല്പര്യം? എനിക്ക് മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സിനിമകളെല്ലാം എല്ലാ ഭാഷയിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല, ഒട്ടുമിക്കവാറും ഭാഷകൾ കാണാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ, പുള്ളി ഭയങ്കര, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. അതാവുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാമല്ലോ. ഏറ്റവും ഇഷ്ടം ദൃശ്യമാണോ? അപ്പോൾ ദൃശ്യം തീർച്ചയായിട്ടും ഇഷ്ടമാണ്. ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ. പെരിഞ്ജീരകപ്പൊടി ഇട്ടു, ഗരം മസാല, മഞ്ഞൾപ്പൊടി. പോത്തിറച്ചി നല്ല വരണ്ട് നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. അടിപൊളി, കഴിക്കാൻ പറ്റിയ വരട്ടിയ ടൈപ്പ് അല്ലേ? ഉള്ളിയും തേങ്ങാക്കൊത്തും നന്നായിട്ട് വാടിയിട്ടുണ്ട്. അത് ഈ പോത്തിലേക്ക് ഇടുവാണ്. അങ്ങനെ ലാസ്റ്റായിട്ട് കുരുമുളകിൻ്റെ പൊടി ഇടുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇത് ബ്രൗൺ ആയി. ഈ കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്നുകൂടെ അല്ലേ? അതെ അതെ.
ഇത് കണ്ടല്ലോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത പോത്തിറച്ചിയാണ്. നല്ല കളർഫുള്ളാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. ഈ ഒരു നിറം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി ആ ഒരു നല്ല കൺസിസ്റ്റൻസിയിൽ നല്ലൊരു ടെക്സ്ചറിൽ ഡ്രൈ ആയിട്ട് ചാറൊക്കെ വറ്റി പെരണ്ട് ഇറച്ചിക്കകത്ത് പിടിച്ച ആ പരുവത്തിലാണ്. അപ്പോൾ ഇതോടെ ഇത് നിർത്താം അല്ലേ? അങ്ങനെ നമ്മുടെ പോത്ത് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് ഐ കാൺ വെയിറ്റ് ടു ടേസ്റ്റ്. കാരണം ആ നിറം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടെന്നാണോ? ഇത്തിരി പൊറോട്ടയും അല്ല ഇത്തിരി ചോറും മോരുകറി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. കുരുമുളകും തേങ്ങാക്കൊത്തും വെളിച്ചെണ്ണക്കകത്തൊക്കെ ലാസ്റ്റ് ആ ഉള്ളി ഇട്ട് വയറ്റി ആ ഫ്രൈഡ് ഓണിയൻ ആയിട്ടുള്ള ചൂടോടെ ഇറച്ചി നല്ല ബൈറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഇത് കറക്റ്റ് ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഒരു ശരിക്കൊരു അറിയാത്ത ഒരാൾ ഉണ്ടാക്കിയ പോലെ അല്ല. കാരണം ആ മസാലയുടെ ബ്ലെൻഡ്, സ്പൈസ് ഇതെല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് യോജിക്കുമ്പോഴാണ് നമുക്ക് ഇറച്ചിയുടെ ആ ഒരു ഒത്തിരി മസാലകളൊക്കെ ഉള്ള കറി വയ്ക്കുമ്പോൾ അത് എല്ലാം കൃത്യമായില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അത് ഓവർ പവർ ആയിപ്പോൾ. ഇതിൻ്റെ കാര്യത്തിൽ എല്ലാം കൃത്യമാണ്. എരിവും അടിപൊളി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് വന്നതിലും കുറേ വിശേഷങ്ങൾ പറഞ്ഞാലും അതുപോലെ നല്ലൊരു ഡിഷ് ഉണ്ടാക്കി നമ്മുടെ പ്രേക്ഷകർക്ക് കാണുന്നതിനും താങ്ക് യു. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഒന്നല്ല 2-3 ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ ഗിഫ്റ്റ് ഇത് നോൾട്ടയുടെ ഒരു പ്രീമിയം കുക്ക് വെയർ ആണ്. ഇത് ദർശനയ്ക്കല്ല, ഇത് ദർശനയുടെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, തൊടുപുഴയിലുള്ള അമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണിത്. അത് കൂടാണ്ട് വേറെ 2 സാധനം. എലൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ബോക്സ് ആണ്. ഇനിയുണ്ടൊരു സാധനം കൂടെ, ഡവോന്റെ സ്പെഷ്യൽ കറി മസാലയാണ്. എല്ലാം ഉണ്ടാക്കി വിശദമായിട്ട് കഴിക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഈ വർഷം നടക്കട്ടെ. അപ്പോൾ പുതിയ പുതിയ പ്രൊജക്ടുകൾ വരട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡ് നല്ലൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്ത് അടിപൊളിയായിട്ട് വരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു നന്ദി പറയാം. ഒരുപാട് സന്തോഷമുണ്ട് സാറിന്റെ കൂടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം കാണിക്കാൻ പറ്റും. സാർ അതിനു വേണ്ടി നമ്മുടെ ഇവിടെ നിന്ന് വന്നതിനൊക്കെ ഒരുപാട് സന്തോഷം. സാറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ പറ്റി തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സി. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ചിക്കൻ എങ്ങനെ കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ആ കട്ട് ചെയ്ത ചിക്കൻ വെച്ചിട്ട് ഒരു സിമ്പിൾ കേരള ചിക്കൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഉള്ളത്. അപ്പം ചിക്കൻ വാങ്ങിച്ചിട്ട് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അത് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാണ് ചിക്കനൊക്കെ മീറ്റൊക്കെ എങ്ങനെ ബുച്ചർ ചെയ്യണമെന്ന്. അപ്പോൾ ആ ചിക്കൻ കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കിയാൽ ചിക്കൻ കറിയുടെ സ്വാദ് കൂടും. അപ്പോൾ ആ ചിക്കൻ്റെ വിങ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോണ് ഇതൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സെൻറ്റർ പാർട്ടിൽ ഇപ്പോൾ ചിലർക്ക് അതൊന്നും ഇഷ്ടമല്ല, ചിലർക്ക് ലെഗ് പീസ് മാത്രമാണ്. അപ്പോൾ ഈ പീസുകളൊന്നും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് അതിനൊരു ടെക്നിക്കുണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം. ആദ്യം ലേശം വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് ഗരം മസാല. കാരണം ഈ ഗരം മസാലയൊക്കെ നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല സ്വാദാണ്. പക്ഷെ കറിക്കുള്ളിൽ വെച്ചിട്ട് അത് കടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രാമ്പോ ഏലക്കൊക്കെ കടിക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവർ മൊത്തം മാറും. അപ്പോൾ ഈ സ്റ്റോക്കിനകത്ത് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അരിക്കുമ്പോൾ ഒട്ട് കറിയിലിത് വരികയില്ല. അപ്പോൾ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അത് ഈ എണ്ണയ്ക്കകത്തിട്ട് അതിനകത്ത് ഈ ചിക്കൻ്റെ ബോണും കൂടെ വേണമെങ്കിൽ ലേശം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ്റെ ബോണിട്ട് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ ഗരം മസാലയായിട്ടൊന്ന് വയറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ചിക്കൻ്റെ കഴുത്ത്, അതിൻ്റെ പണ്ടം, അതിൻ്റെ വിങ്സ്, മിഡിലെ ബോണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് സ്റ്റോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ആ ഗരം മസാല എല്ലാം കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്യുകയാണ്.
അപ്പോൾ സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഫ്ലേവർ മൊത്തം ആ ഓയിലിനകത്ത് ഇൻഫ്യൂസ് ആവും. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇതിനെ അരിച്ച് ചിക്കൻ കറിയിൽ ചാറ് നമ്മൾ ചിക്കൻ കറിക്ക് വെള്ളം ഒഴിക്കും. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റോക്ക് വാട്ടർ ഒഴിക്കുമ്പം ഈ കറിക്ക് മൊത്തം ചിക്കൻ കറിയുടെ ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടും. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. അത് അവിടെ ഇരുന്ന് ബോയിൽ ആയിക്കോട്ടെ. അതൊരു 20-30 മിനിറ്റ്സ് ബോയിലാകുമ്പോൾ ഈ വെള്ളത്തിന് മൊത്തം ചിക്കൻ്റെ മൊത്തം ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്കിനി ചിക്കൻ കറി വയ്ക്കാം. ചിക്കൻ കറി തുടങ്ങാനായിട്ട് വീണ്ടും എണ്ണയാണ്. ആവശ്യമുള്ള എണ്ണ എടുക്കുക. ഗരം മസാല നമ്മൾ ആവശ്യത്തിന് സ്റ്റോക്കിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്ക് അരിച്ചിട്ട് ഒഴിക്കുമ്പം ആ സ്റ്റോക്കിനകത്ത് മൊത്തം ഗരം മസാലയുടെയും ചിക്കൻ്റെയും ഫ്ലേവർ ഉണ്ട്. എന്നാൽ കറിക്കുള്ളിൽ ആ പെരുംജീരകമോ അല്ലെങ്കിൽ ഏലക്കയോ നമ്മൾ കറി കഴിക്കുമ്പോൾ അറിയാണ്ടെടുത്ത് ചവയ്ക്കേണ്ട ആവശ്യമേ വരില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്വാദ് കിട്ടുകയും ചെയ്യും, എന്നാൽ നമുക്കത് വിസിബിളായിട്ട് കിട്ടുകയില്ല. അപ്പോൾ ആദ്യം എണ്ണയ്ക്കകത്ത് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. അതിനോടൊപ്പം കുറച്ച് തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളിയുടെ അതേ അളവിൽ സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് തേങ്ങാപ്പാലോ തേങ്ങയൊന്നും ഇല്ലാത്ത സിമ്പിൾ വീട്ടിലുണ്ടാക്കുന്ന കറി നേരത്തെ പറഞ്ഞു. ഇതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ്, കുരുമുളക് പൊടി, ലേശം ഗരം മസാല. ഗരം മസാല നമ്മൾ പൗഡറായിട്ടും എടുക്കും, അതല്ലാതെ ഹോൾ ഗരം മസാല നമ്മൾ ഓൾറെഡി സ്റ്റോക്കിനകത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റോക്ക് ഉണ്ടാക്കില്ലെങ്കിൽ നമ്മൾ സാധാരണ ആദ്യം എണ്ണയ്ക്കകത്ത് ഈ ഗരം മസാല ഇടും, പക്ഷേ ആ ഗരം മസാല എല്ലാം കറിയിലുണ്ടാവും. സ്റ്റോക്കൊക്കെ നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് റോസ്റ്റായി. ഇനി നമ്മൾ മസാല സ്പൈസസ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചാൽ ഈ ഉള്ളിയൊക്കെ ഒരു പാൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ച് അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ പൗഡർ ഇട്ടിട്ട് അതിനകത്ത് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ലേശം മഞ്ഞൾപ്പൊടി, ചിക്കൻ കറിക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി ഇട്ടു, 2 സ്പൂൺ മല്ലിപ്പൊടി.
കൂടെ മാറ്റി വെക്കാത്ത രീതിയിലുള്ളൊരു കറിയാണ്. ഇതിങ്ങനെ ഒരു പ്ലേറ്റിലിട്ട് നല്ല നിറം, നല്ല ഇത് ഇത്തിരി അത്യാവശ്യം സ്പൈസിയാണ്. ഇതിനകത്ത് തേങ്ങാക്കൊത്തുണ്ട് ആ സ്പൈസിനെസ്സിനെ ബാലൻസ് ചെയ്യാനായിട്ട്. അതുപോലെ ചിക്കൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ. നമ്മൾ സ്റ്റോക്ക് എടുത്തു, ആ സ്റ്റോക്കിനകത്ത് ചിക്കൻ വിങ്സ് ബോണെല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് വയറ്റി ഗരം മസാലയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ച്. ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. പിന്നെ ചെറിയ ഉള്ളിയും സവാളയും തേങ്ങാക്കൊത്തും വയറ്റി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതിട്ട് റോസ്റ്റ് ചെയ്തതിനകത്തേക്ക് ചിക്കൻ ഇട്ടു. ചിക്കനും ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഈ മസാലയോടൊപ്പം ഇട്ട് വയറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സ്റ്റോക്ക് ഒഴിച്ച് തക്കാളിയൊക്കെ ഇട്ട് കുക്ക് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ വെന്തു, കറി റെഡിയായി. ആ ചിക്കൻ്റെ പീസ് നമുക്ക് കാണാം. ഇത് ആ ബോൺലെസ് പീസാണ്. മീറ്റ് കുക്ക് ചെയ്യുന്നതും മീറ്റ് എങ്ങനെ കട്ട് ചെയ്യണമെന്നും നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇത് സിമ്പിൾ കേരള ചിക്കൻ കറിയാണ്, സ്പൈസി ഹോം മെയ്ഡ് ചിക്കൻ കറി. താങ്ക് യു സോ മച്ച്.